വേറെ രീതിയിൽ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇപ്പോൾ 4 3 7 ഇവിടെ 1 ഒന്നും വന്നില്ല. ഇത് 1 ആക്കി വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതായത് ഇപ്പം ഈ ഒരു മെട്രിക്സ് എടുത്തിട്ട് ഈ ഒരു ഫസ്റ്റ് എലമെൻറ്റ് 1 ആക്കാൻ നമുക്ക് പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് നേരത്തെ രീതിയിലും ചെയ്യാം. ഞാൻ 1 ഒന്നും ആക്കാതെ അങ്ങ് ചെയ്യാൻ പോവാം. 1 ആക്കിയില്ലെങ്കിൽ നമ്മൾ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. നമ്മൾ എക്ലോൺ ഫോമിൽ 0 ആക്കുന്ന പരിപാടി മാത്രമേ. എക്ലോൺ ഫോമാണ്, എക്ലോൺ മെട്രിക്സിലേക്ക് കൊണ്ടുവരുന്നില്ല. അതുകൊണ്ടാണ് 1 ആക്കാത്തത്. എക്ലോൺ മെട്രിക്സിലാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് എലമെൻറ്റ് 0 കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് എലമെൻറ്റ് എന്തായേ പറ്റൂ, 1 ആയേ പറ്റൂ. അപ്പോൾ എക്ലോൺ ഫോം കൺവേർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ അതങ്ങ് എന്തായാലും 1 ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എക്ലോൺ ഫോം വരെ കൊണ്ടെത്തിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, റാങ്ക് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇപ്പോൾ പറയുന്ന സെൻറ്റൻസ് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നേരത്തെയുള്ള വീഡിയോയിൽ ഏതൊക്കെയോ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാനിപ്പോൾ ഇത് 1 ആക്കി, ഇതിപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങ് മൈനസ് ചെയ്താലും മതി. ഒരു റോ ട്രാൻസ്ഫോർമേഷൻ നടത്തി R1 - R2 ചെയ്താൽ R1 ചേഞ്ചസ് ടു R1 - R2, 4 - 3 ഇവിടെ 1 വരും, 3 - 4 ഇവിടെ -1 വരും. അപ്പോൾ ഇങ്ങനെ ഒരു റോ ട്രാൻസ്ഫോർമേഷൻ നടന്നങ്ങ് പോകും. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ പരിപാടികൾ ഏതൊക്കെയാണ് എനിക്ക് 0 ആക്കേണ്ടത്, ഫസ്റ്റ് ഈ എലമെൻറ്റ് 0 ആക്കണം, പിന്നെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ തന്നെ ഇത് 0 ആക്കാം, ട്രാൻസ്ഫോർമേഷനിൽ തന്നെ ഇത് 0 ആക്കാം, പിന്നെ ഇവിടെ ഈ ഒരു സാധനം നമുക്ക് എന്താക്കാം, 0യിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ 1 ആക്കാതെ തന്നെ ചെയ്യുക. 1 ആക്കാതില്ലെങ്കിൽ നിങ്ങൾക്ക് 0യിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടി അറിയാം. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ ചെയ്യുവാണ്. അപ്പോൾ ഈ 4 എന്ന് പറയുന്ന ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതേപോലെ തന്നെ എഴുതുക. 4 3 0 -2. അപ്പോൾ ഈ ഒരു റോ അതേപോലെ തന്നെ നടന്നു. നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് R2 ചേഞ്ചസ് 2. R2 ചേഞ്ച് ചെയ്യുന്നു. ഇത് നമുക്കറിയാമല്ലോ, ഇവിടെ 3 നമ്മൾ എങ്ങനെ ഇത് രണ്ടും ഒരേപോലെ ഒരേ കോമൺ മൾട്ടിപ്പിൾ വരുന്നത് 3 × 4 ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു റോയിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4 × R2 ചെയ്യും, -3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും, 3 × R1 ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരേ സംഖ്യയായിരിക്കും വരുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുമ്പോൾ, കാര്യം രണ്ടും ഒരേ സൈനാണ്, അതുകൊണ്ടാണ് നമ്മൾ മൈനസ് ഇട്ടത്. മൈനസ് ചെയ്യുമ്പോൾ 0 ആയി പോകും. ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്, ഒരുപാട് സമയം എടുത്ത്. അപ്പോൾ അത് വീണ്ടും ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന് കൺഫ്യൂഷൻ ആക്കുന്നില്ല, അതിൽ സമയം കളയുന്നില്ല. ആക്ച്വലി നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് ഇതേപോലെ അങ്ങോട്ട് നോക്കാം. ഈ 3 ഉം 4 ഉം വെച്ച് കണ്ടോ, 4 × R2, അത് 4 × എന്താണ് R2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എലമെൻറ്റാണ് 3 എന്ന് പറയുന്ന എലമെൻറ്റ്. പിന്നെ ഇടയ്ക്ക് എന്താണ് മൈനസ്, പിന്നെ അടുത്തെന്താണ് 3 × R1 R1 എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് എലമെൻറ്റ്, ദാറ്റ് ഇസ് 4. 3 × R1 ഇസ് 4. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 0 വരുന്നു. അതായത് 4 കൊണ്ട് 3നെ ഗുണിച്ചു, 3 കൊണ്ട് 4നെ ഗുണിച്ചു, രണ്ടും കൂടെ അപ്പോൾ എന്ത് കിട്ടും, 4 × 3 തന്നെ, രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 0 ഒബ്വിയസ്ലി വരും. പക്ഷേ ഇതേ സാധനം തന്നെ നമ്മൾ ഇപ്പുറത്തും ഫോളോ ചെയ്യണം. അതായത് 4 ഉം 3 ഉം തമ്മിൽ ഫോളോ ചെയ്യണം. 4 ഉം 3 ഉം തമ്മിൽ ഇവിടെ 3 ഞാൻ R2 രണ്ടാമതാണ് എഴുതിയിരിക്കണം, ഇവിടെ R1 എന്താണ് രണ്ടാമതാണ് എഴുതിയിരിക്കണം. അപ്പോൾ R2 ഈ 3 അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് കൊടുക്കണം, 4 എന്ന് പറയുന്നത് കൊടുക്കണം. R1ൻ്റെ സ്ഥലത്ത് രണ്ടാമത് എഴുതിയിരിക്കുന്ന 4ൻ്റെ സ്ഥലത്ത് ഡിലീറ്റ് ചെയ്തിട്ട് 3 കൊടുക്കണം. R1ൻ്റെ സ്ഥലത്ത് സംഖ്യ കൊടുക്കണം. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ 7 കിട്ടും. അപ്പോൾ ഇത് 0 വന്നു, ഇതെന്ത് വന്നു, 7 വന്നു. പിന്നെ അടുത്ത് ഇത് രണ്ടും കൂടെ, അതായത് ഞാൻ മൈനസ് എന്താണ് 4 മാറ്റി, ഇവിടെ എന്താണ് 4 മാറ്റി നമുക്ക് എന്ത് തോന്നുന്നു, -1 വന്നു. ഇതും മനസ്സിലായില്ലെങ്കിൽ നേരത്തെ പാർട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്, നിങ്ങൾ കണ്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് -4 വന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്തതെന്നുള്ളത്, നേരത്തെ പാർട്ട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ. ഇവിടെ എന്തുവാണ്, -3 വന്നു, ഇവിടെ എന്ത് വന്നു, -2 വന്നു. അപ്പോൾ എന്ത് വേണം, -6. പരിപാടി സെറ്റായി. ഓക്കെ, ഇനി അടുത്ത ഈ എലമെൻറ്റ് 0 ആക്കണം. ഈ എലമെൻറ്റ് 0 ആകുമ്പോൾ R3 ചേഞ്ചസ് 2, R3 ചേഞ്ച് ചെയ്യപ്പെടുന്നു. R3 ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 7 ആണ്. 4 × 7 ചെയ്യണം. 4 × 7 എന്ന് പറഞ്ഞാൽ 4 × R3 ചെയ്യണം, മൈനസ് എന്താണ് 7 × R1, 7 × 4 ചെയ്യണം. അപ്പം 0 ആയിക്കോളും അല്ലേ, നമുക്കറിയാം. 4 × R3, 4 × R3, R3യുടെ സ്ഥലത്ത് വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് 7 ആണ്, മൈനസ് 7 × R1, 7 എന്ന് പറയുന്ന സാധനം ഇട്ടു, × R1 എന്ന് പറഞ്ഞ സ്ഥലത്ത് കിടക്കുന്ന എലമെൻറ്റ് 4 ആണ്. അപ്പോൾ അത് ചെയ്തു, 0 വന്നു അല്ലേ. പിന്നെ 7 ഉം 3 ഉം, അപ്പോൾ ഇവിടെ എന്താണ് 7 തന്നെ, ഇവിടെ താഴെ 7 തന്നെ, മുകളിൽ 3 കൊടുത്തു, അപ്പോൾ അത് 7 വന്നു. നെക്സ്റ്റ് -1 ഉം 0 ആയി. അപ്പോൾ ഇവിടെ എന്ത് വന്നു, -1 വന്നു, മുകളിൽ എന്ത് വന്നു, 0 വന്നു. അപ്പോൾ അത് കിട്ടിയ -4. പിന്നെ അടുത്ത -5 ഉം -2. അപ്പോൾ -5 വന്നു, മറ്റടുത്ത് -2 വന്നു, അപ്പോൾ -6. ഓക്കെ, ഇനി നമുക്ക് ഒരു എലമെൻറ്റ് കൂടെ 0 ആക്കിയാൽ മതി. ഈ ഒരു എലമെൻറ്റ് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ അത് 0 ആക്കാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യുന്നു, ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ 2 റോസിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് അതേപോലെ എഴുതുക, 4 3 0 -2. അപ്പോൾ ഫസ്റ്റ് റോ സെറ്റായി. രണ്ടാമത്തെ റോ 0 7 -4 -6. ഇനി മൂന്നാമത്തെ റോ നമുക്ക് ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ, മുകളിലത്തിൽ കയറരുത്. കാര്യം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, R3 ചേഞ്ചസ് 2,
അപ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് 7 0 ആക്കുന്നതായിരുന്നു നോക്കിയേ. ഈ R3 മൈനസ് ഇത് ചെയ്താൽ 7 R3 മൈനസ് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, R2 ചെയ്ത് കൊടുത്താൽ മതി. അപ്പം 7 - 7 0 വരും. അപ്പോൾ ഫസ്റ്റ് 0 - 0 0 വന്നു. 7 - 7 0, -4 - 4 0. ഒരേ സൈനാണ്ട് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ 0 ആയി പോകും. -6 - 6 0. അപ്പോൾ എത്ര നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയായി, 2 അല്ലേ, 2 അപ്പോൾ റാങ്ക് ഓഫ് എ, അപ്പോൾ ഇത് മെട്രിക്സ് ബി ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എന്താണ് നോൺ സീറോ റോസ് ഈസ് ഈക്വൽ ടു എത്രയാണ് 2. ദിസ് ഈസ് ദ റാങ്ക്. അപ്പോൾ റാങ്ക് 2 എന്ന് കിട്ടി. അപ്പോൾ ഇത് പ്രശ്നമില്ലാത്ത, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബുദ്ധിമുട്ടില്ലല്ലോ. ഇൻ കേസ് ഇവിടെ 1 വന്നില്ലെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത് കണ്ടോ. അപ്പോൾ എങ്ങനെ, അപ്പോൾ ഈ എന്തൊക്കെ ഐഡിയാസ് വരാമോ അതെല്ലാം എന്ത് ചെയ്തു നിങ്ങൾ ചെയ്തു. ഓൺലി നോ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു, നമ്പർ ഓഫ് നോൺ സീറോ വെച്ചിട്ട് റാങ്ക് സെറ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഇനി എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതെല്ലാം സോൾവ് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ കോളേജിലോ നിങ്ങളുടെ ട്യൂഷൻ സെൻറ്ററിലോ അവിടെയൊക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് പഠിക്കുക. യു വിൽ ഗെറ്റ് ദ ഐഡിയ. നിങ്ങൾ കൂടുതൽ സോൾവ് ചെയ്യുന്നതോറും, ഇപ്പോൾ ഞാൻ തന്നെ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ 4-ാമത്തെ ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് സോൾവ് ആയില്ലേ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 6 മിനിറ്റാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ നമുക്ക് എടുത്ത സമയം 30 മിനിറ്റും 35 മിനിറ്റൊക്കെയാണ്. അപ്പോൾ അത് സമയമെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് അത്രയും സമയം എടുത്തത്. ഇത് പെട്ടെന്ന് സോൾവ് ചെയ്തു. എഴുതി പഠിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, 3 മാജിക് നമ്പറാണ് 3. ഒന്നാമത്തെ തവണ ഏകദേശമൊക്കെ നിങ്ങൾ എഴുതും, ഡൗട്ട് ക്ലിയർ ചെയ്യും. രണ്ടാമത്തെ തവണ കൂടെ ഡൗട്ട് സെറ്റാവും. മൂന്നാമത്തെ തവണ സ്വന്തമായിട്ട് എഴുതും. മിനിമം 3 തവണ എഴുതി പഠിക്കുക. ഇപ്പം സെറ്റാണ്.